സ്നേഹമുള്ള മക്കളാണെങ്കിലും, എത്ര സ്നേഹമുള്ളതാകുന്ന മാതാപിതാക്കളാണെങ്കിലും, എത്ര സ്നേഹമുള്ള കുടുംബാദികളാണെങ്കിലും, ഒന്നോ രണ്ടോ ദിവസം അതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തെ, ഭൗതിക ശരീരത്തെ കാത്തു വെക്കൂല. വേഗം തന്നെ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കും. അല്ലെ? ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. വളരെയേറെ ചിന്തിക്കുക സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാലുള്ള അവസ്ഥ? ഇന്ന് നമ്മൾ ഈ സെക്കൻഡിൽ ഇപ്പോഴും വിട പറഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണിനടിയിലാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത. എത്ര പണമുള്ളവനാണെന്ന് പറഞ്ഞാലും, എത്ര പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും അവന്റെ അവസ്ഥ ഇത് തന്നെയാണ്. നേരം വെളുത്താൽ നമ്മൾ മണ്ണിനടിയിലായിരിക്കും. രാവിലെ സുബഹിക്ക് ബാങ്കുന് മുഴങ്ങുമ്പോൾ സ്വന്തം ഭാര്യ തട്ടു വിളിക്കുമ്പോൾ നമ്മൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ വേഗം തന്നെ മക്കളെ അറിയിക്കും, സഹോദരങ്ങളെ അറിയിക്കും, കുടുംബാദികളെ അറിയിക്കും. കുളിപ്പിച്ച് റെഡിയാക്കി നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു, പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഉസ്താദുമാരും മുത്തല്ലിമീങ്ങളും വന്നു, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്ത് വേഗം തന്നെ പള്ളിയിൽ കൊണ്ടുപോകാൻ 10 മണി അല്ലെങ്കിൽ ളുഹറിന് മുമ്പ് തന്നെ അടക്കണം. ഇത്രയുള്ള മനുഷ്യന്റെ അവസ്ഥ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മൾ ക്ലിയറായി. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വരാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാ തെറ്റുകളിലേക്കും പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ രാത്രിയിൽ നോക്കുമ്പോൾ തന്റെ വിരിപ്പിൽ പ്രവാചകരെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി മറ്റു ഭാര്യമാരുടെ അടുക്കൽ പോയതാണോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു വേള ചിന്തിച്ചു പോയി. കാരണം രാത്രിയിൽ തന്നോടൊപ്പം കിടന്നുറങ്ങിയ പ്രവാചകരെ ഏകദേശം ഒരു 2:30-3 മണി സമയമായപ്പോൾ പ്രവാചകരെ കാണുന്നില്ല. അർദ്ധരാത്രി പിന്നിട്ട് ഈ സമയത്ത് പ്രവാചകർ എവിടേക്കാണ് പോയത്? നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ നിന്നുകൊണ്ട് പ്രവാചകർ ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ മദീന പള്ളിയുടെ ചാരത്തുള്ള പ്രവിശാലമായ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറാളികൾക്ക് വേണ്ടി പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി സ്വലാത്താ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നീട് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കാണുന്നത് ഹബീബായ നബി തങ്ങൾ എത്ര നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ, ഏതൊക്കെ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ, ആ നമസ്കാരങ്ങളിൽ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് കാവൽ തേടുമായിരുന്നു. അത്രേ ഖബറിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പിന്നീടുള്ള നമസ്കാരങ്ങൾ മുഴുവനും ഖബറിനെ കുറിച്ച് കാവൽ തേടുകയാണ്. മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഹാദിഹിൽ ലൈല, ഈ രാത്രിക്ക് ശേഷം പിന്നീട് നബി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഹബീബായ നബി തങ്ങൾ ഓരോ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും ഹബീബായ നബി തങ്ങളെ ഞാൻ വീക്ഷിക്കാറുണ്ടായിരുന്നു, ഹബീബായ നബി തങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആ പ്രവാചകർ തൊട്ടതിന്റെ നിരക്കത്തെ തൊട്ടതിന്റെ പ്രയാസത്തെ തൊട്ട് കാവൽ ചോദിക്കാതെ ഹബീബായ നബി തങ്ങൾ നമസ്കരിച്ചിട്ടില്ല. പിന്നീടുള്ള നമസ്കാരം മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനെ കുറിച്ച് എപ്പോഴും കാവൽ തേടും. ഈ ലൈറ്റ് സ്വൽപ്പിച്ച് ഫ്രണ്ടിക്ക് വെച്ച് ആളുകളെ കാണാൻ പറ്റില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ റഅയ്തു മല്ലറൻ ഖത്തു ഇല്ലാ വൽ ഖബറു ഫലാ മിൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബത്തെ
ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് സഹോദരങ്ങളെ? പരിശുദ്ധമായ സ്വർഗം കണ്ട പ്രവാചകരാണ്. ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോ കത്തിച്ചൊലിക്കുന്ന നരകത്തെ കണ്ണിൽ മുന്നിൽ കാണിച്ച പ്രവാചകരാണ്. പ്രവാചകർ കണ്ടിട്ടുള്ളതാണ് നരകം. ആ നരകത്തിലെ യാതനകൾ കണ്ടതാണ്, ആ നരകത്തിലെ വിഷമങ്ങൾ കണ്ടതാണ്, ആ നരകത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടതാണ്, ആ നരകത്തിലെ ശിക്ഷകൾ കണ്ടതാണ്. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഖബറാണ്. ഖബർ പോലെ ഞാൻ കണ്ടിട്ടുള്ളതാകുന്ന ഒരു സ്ഥലവുമില്ല സാധായെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ പേടിക്കേണ്ട സ്ഥലം ഏതാണ്? ഖബർ. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. ഓരോ ആയത്തു ഹദീസിന് ഓതി പറയാ, സമയമില്ല. 10:30 ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ വരും. നമുക്ക് കളിതമാശ പറഞ്ഞിരിക്കാനുള്ള സമയമല്ല, സന്ദർഭമല്ല. ആയത്തു ഹദീസ് ഓതി ഇങ്ങനെ പോവാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഫറഗതും മിനത് തശഹുദി സഹാബാ നിങ്ങൾ തഹിയ്യാത്തിൽ നിന്ന് വിരമിച്ചാൽ നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തരണേ എന്ന് ശഫീആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ ഹബീബ് റസൂലുള്ളാഹി. എപ്പോ? അത്തഹിയ്യാത്തിന് ശേഷം. നമ്മൾ ചെയ്യാറുണ്ട് ശാഫി മദ്ഹബ് പ്രകാരം ശക്തിമത്തായ സുന്നത്താണ് ദുആ. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നതിൽ മസീഹ് ദജ്ജാൽ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. സഹാബാ നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്ത് ഓതി കഴിഞ്ഞാൽ, ഇദാ ഫറഗതും മിനത് തശഹുദിൽ അഖീർ അവസാനത്തെ അത്തഹിയ്യാത്ത് നിങ്ങൾ ഓതി കഴിഞ്ഞാൽ, നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ. 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാവൽ തേടേണ്ട രൂപം പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. ഇന്നും ശാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ പേരും സുന്നത്തായ ദുആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബരി. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാനിതാ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്, നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. തീർന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ നമസ്കാരത്തിന്റെ അവസാന സമയത്ത് പോലും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഖബറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. തീർന്നില്ല. വീണ്ടും അവൻ ദുആ ചെയ്യുകയാണ്, വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാത്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴുള്ള ഫിത്നകളെ തൊട്ടും ഞാൻ മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്നകളെ തൊട്ടും നീ എന്നെ കാക്കണേ അല്ലാഹ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അപവാദങ്ങൾ എന്നെ കുറിച്ചുണ്ടാകാം, ഒരുപാട് പ്രയാസങ്ങൾ ഫിത്നകൾ എന്നെ കുറിച്ചുണ്ടാകാം. ഫനായും ഫിസ്നയും പറയുന്ന കാലഘട്ടമാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ആ ഫിത്നകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്നകളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. തീർന്നില്ല. 4ാമതായി വീണ്ടും കാവൽ തേടുകയാണ്. വമിൻ ഫിത്നതിൽ മസീഹ് ദജ്ജാൽ. ഈസാ നബി അലൈഹി
അലൈഹിസ്സലാമിന്റെ കൈകൊണ്ട് ബാബുലുത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് വെട്ടേറ്റുകൊണ്ട് മരിക്കേണ്ടതായ ദജ്ജാലിന്റെ ഫിത്നയില്ലയോ, ആ ഫിത്നയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, ആ ഫിത്നയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്.